ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട NI മത്തായി അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛാ, ഇന്ന് നമ്മൾ JV പീറ്ററുടെ ഒരു ഗാനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് താങ്ങും കരങ്ങൾ കൂടെയുണ്ട് ശാശ്വത പാറ യേശു എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം. വളരെ ലളിതമായി എന്നാൽ വളരെ ഭംഗിയുള്ളൊരു ഗാനം. ഈ ഗാനത്തിലൂടെ ഒന്ന് പോയാൽ അച്ഛൻ എങ്ങനെ അതിനെ കാണുന്നു? ഈ ഗാനത്തെ JV പീറ്ററിൻ്റെ പാട്ടുകളെല്ലാം ആസ്വാദ്യകരമായിട്ടുള്ളതാണ്, മനോഹരമാണ്, ജീവിതഗന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ വരികളും അങ്ങനെ തന്നെ. ഒരുപക്ഷേ അനുഭവത്തിൽ കുരുത്ത് വരുന്നതിനൊക്കെ അനുഭവത്തിൻ്റെ പശ്ചാത്തലം മാത്രമല്ല, അത് തരുന്നൊരു വലിയ സ്വാധീനവുമുണ്ട്. JV പീറ്ററിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ തന്നെ അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളമാണെങ്കിൽ, സുദീർഘമായി ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും, നന്നായി തുടങ്ങിയ ഒരു മനുഷ്യനായിരുന്നു. അതെ, നന്നായി തുടങ്ങിയവൻ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ അല്ലെങ്കിൽ യൗവനപ്രായത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എവിടെയോ കാലിടറി വീണു. ജീവിതത്തിൽ തൻ്റെ ലക്ഷ്യം, തൻ്റെ താല്പര്യം, അതുവരെ അറിഞ്ഞിരുന്ന അനുഭവങ്ങൾ, അതിൽ നിന്നും വ്യത്യസ്തമായ ജീവിത പന്ഥാവിൽ കൂടി ഓടാൻ തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ദൈവം കൂടെ ഇരിക്കുന്നവനാണ്, കൂടെ നടക്കുന്നവനാണ്, താങ്ങുന്നവനാണ്. അതുകൊണ്ട് എന്താ അതിൻ്റെ അനുഗ്രഹം? അദ്ദേഹം വീണ്ടും മടങ്ങിയെത്തി. ജീവിതത്തിൽ താങ്ങുന്ന കരങ്ങൾ ഉണ്ടാവണമെന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്ന സന്ദർഭങ്ങളാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ എത്രയോ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തൻ്റെ അനുഭവങ്ങളുടെ ഏടുകളിൽ ഇതെല്ലാം തന്നെയുണ്ട്. അദ്ദേഹം എഴുതിയ മറ്റൊരു പാട്ടാണ് എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സമയത്തും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം തമ്പുരാൻ നടത്തിയ വിധങ്ങൾ എണ്ണി എണ്ണി സ്തുതിക്കാൻ എത്രയധികമാണെന്ന് ഓർത്തു പോവുകയാണ്. മാത്രമല്ല, ജീവിതം സുഗമമായി പോകുന്നതല്ല ഒരിക്കലും. ദുർഘടമുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, തകർന്നു പോകാൻ സാധ്യതകളുണ്ട്, വീണു പോകാറുണ്ട്. അവിടെ ഒരാൾ കൂട്ടുവേണ്ടേ? തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ എന്ന് അദ്ദേഹം ഓർത്ത് പാടുന്ന അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പാട്ടുകൾ, അത്രയധികം പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 300-ലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്ന്, അതിൽ കൂടുതലൊരു പക്ഷേ 600ഓളം പാട്ടുകൾ എഴുതി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത്രയധികം പാട്ടുകൾ എഴുതിയതിനകത്ത് എല്ലാം വളരെ ഷോർട്ടാണ്, 2-3 ചരണങ്ങളിൽ കൂടുതൽ കാണുകയില്ല. വരികൾക്കധികം നീളം കാണുകയില്ല. പക്ഷേ പാട്ടിൻ്റെ ഭാഷ കൊണ്ടായാലും പാടുന്നതിൻ്റെ സൗകുമാര്യം കൊണ്ടായാലും അനുഭവത്തിൻ്റെ പിൻബലത്താലായാലും ആകപ്പാടെ ലാളിത്യം മാത്രമല്ല, ഒരു ഭക്തിയുടെ പ്രസരണം അതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പാടാൻ സുഖം തോന്നും, പാടുന്ന ആളിൻ്റെ നന്മ അതിനകത്ത് കാണുമായിരിക്കും. പക്ഷേ എഴുതിയ ആളിനെ, അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ നമ്മൾ തീർച്ചയായിട്ടും നമിക്കുന്നു, ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ എപ്പോഴും കേൾക്കാൻ ഇമ്പമുള്ളതാണ്. JV പീറ്ററെ കുറിച്ച് പറയുമ്പോൾ ഞാനുമായിട്ട് ഒത്തിരി അടുത്ത് ഇടപഴകിയ ആളെന്നുള്ള നിലയിൽ ഒരുപാട് കാസറ്റുകളിൽ സഹകരിക്കുന്നതിനും അതുപോലെ ചാനലിലെ ചില പ്രോഗ്രാമിനൊക്കെ പീറ്റർ അച്ചായൻ്റെ പാട്ടുകൾ ഉൾപ്പെടുത്തുന്നതിനും അതിലൂടെയൊക്കെ ഒത്തിരി തമ്മിൽ ഇടപഴകുന്നതിന് ഇട നൽകിയ ഒരു വ്യക്തി കൂടെയാണ്. ഈ നിമിഷം പീറ്റർ അച്ചായനെ ഓർത്തു പോവുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴുമേ മിസ്റ്റർ പീറ്ററിന് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഒരു താങ്ങും കരം വേണം. ഇല്ലാതെ ആർക്കും ജീവിക്കാനില്ല, തനിച്ച് ജീവിതമില്ല. തനിച്ചെന്ന് തോന്നുമ്പോഴും ഒരു പിൻബലം ഉണ്ടെന്നുള്ള ഉറപ്പാണ്. തീർച്ചയായിട്ടും. ഏതായാലും ഈ ഗാനം നമുക്ക് കേൾക്കാം.
താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ? ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ? സ്നേഹിതർ ദുഷിക്കുന്നോ? കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാ മേടുകളും. കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാ മേടുകളും. മരണത്തിൻ കൂരിരുളിൽ കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. മലമുകളിൽ ഓടും കാരിരും ബാണികളിൽ കാൽവരി മലമുകളിൽ ഓടും കാരിരും
ചൊരിഞ്ഞവനിൽ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. KV സൈമൺ സാറിൻ്റെ മൽപ്രാണനായകനെ മാ കൃപ സിന്ധോ എന്ന് തുടങ്ങുന്ന, എനിക്ക് തോന്നുന്നു സംസ്കൃത പദങ്ങൾ തന്നെയാണ് ഈ ഗാനത്തിലൂടെ പോകുന്നതെന്ന് തോന്നുന്നു. അതുപോലെ പ്രാധാന്യമുള്ള ചില വാക്കുകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, എനിക്കിത് തോന്നുന്നു ഇതൊരു ഗാനമല്ല, ഇതൊരു കവിത തന്നെയാണ്. അപ്രകാരം ഇത് ചമയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിലൂടെ ഒന്ന് പോയാൽ എങ്ങനെ പറയും വെച്ചാൽ? KV സൈമൺ സാറിൻ്റെ പാട്ടുകൾ വായിച്ച് ധ്യാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ നേരത്തെ ഒരു പാട്ടിൻ്റെ മുഖവരിയിൽ പറഞ്ഞതുപോലെ ഭക്തിയും പാണ്ഡിത്യവും സമന്വയിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. തനിക്ക് കിട്ടിയ കഴിവാണ് പാണ്ഡിത്യം എന്ന് പറയുന്നത്. ദൈവം തമ്പുരാൻ കൊടുത്ത കൃപയാണ്, കൃപാ സിന്ധു എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് തനിക്ക് കിട്ടിയതൊക്കെ. അത് ഭാഷാവരം, നമ്മൾ ഭാഷാവരം എന്നൊക്കെ പറയുന്ന ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഭാഷാപരം എന്ന് പറയുന്നത് നല്ല ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്നത്, അത് ശുദ്ധമായ ഭാഷയിൽ ദൈവസ്തുതിയായാലും മനുഷ്യരോട് സംവദിക്കുന്നതായാലും അങ്ങനെ തന്നെ വേണം. അപ്പോൾ അദ്ദേഹം എഴുതിയ ഗാനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ഉള്ളപ്പോൾ തന്നെ ഭക്തിയുടെ ഭാവം വിട്ടുകളഞ്ഞിട്ടില്ല. എല്ലാ പാട്ടിലും മനോഹരമായി ചേർത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇത് നമ്മൾ വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ സ്വയം വായിച്ചും അത് കഴിഞ്ഞ് കേട്ടും വീണ്ടും വായിച്ചും ധ്യാനിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് അറിവും അതിൽ കൂടെ അനുഭവവും വർദ്ധിപ്പിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഈ പാട്ട് കേൾക്കുക എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള അവസരം കിട്ടുമ്പോൾ അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. പദങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് പലതും ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടെ അതിനൊരു ഡിവിനിറ്റി, ഒരു ആത്മീയ തലത്തിൽ നമ്മളെ എത്തിക്കുന്ന രീതിയിലാണ് ഇതിലെ പദപ്രയോഗങ്ങൾ. ഏതായാലും വെച്ചാൽ നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. മൽപ്രാണനായകനേ മാ കൃപാ സിന്ധോ മൽപ്രാണനായകനേ മൽപ്രാണനായകനേ മാ കൃപാ സിന്ധോ മൽപ്രാണനായകനേ സൽപ്രകാശമേ ദിവ്യ സുസ്നേഹമയാ വന്ദേ സൽപ്രകാശമേ ദിവ്യ സുസ്നേഹമയാ വന്ദേ മൽപ്രാണനായകനേ മാ കൃപാ സിന്ധോ മൽപ്രാണനായകനേ
തങ്കമേനിയിലെൻ്റെ ലംഘനങ്ങളെയെല്ലാം തങ്കമേനിയിലെൻ്റെ ലംഘനങ്ങളെയെല്ലാം ശങ്കയെന്നെ വഹിച്ചൻ സങ്കടമകറ്റിയ മൽപ്രാണ നായകനേ മാ കൃപാസിന്ധോ മൽപ്രാണ നായകനേ. രാവും പകലുമെന്നെ മാർവിൽ വഹിച്ചു തൻ രാവും പകലുമെന്നെ മാർവിൽ വഹിച്ചു തൻ പിതാവിൻ മുൻപിലെനിക്കായി മേവുന്നാചാര്യനാകും മൽപ്രാണ നായകനേ മാ കൃപാസിന്ധോ മൽപ്രാണ നായകനേ. പഥ്യവചനം മൂലം മിഥ്യാബോധമകറ്റി പഥ്യവചനം മൂലം മിഥ്യാബോധമകറ്റി സത്യമാർഗത്തിലൂടെ നിത്യം നടത്തിടുന്ന മൽപ്രാണ നായകനേ മാ കൃപാസിന്ധോ മൽപ്രാണ നായകനേ. പാടും നിൻ കൃപയെ കൊണ്ടാടും ആയുരന്തം ഞാൻ പാടും നിൻ കൃപയെ കൊണ്ടാടും ആയുരന്തം ഞാൻ പാടും വീണയിൽ പ്രാണനാഥനുത്തമ ഗീതം മൽപ്രാണ നായകനേ മാ കൃപാസിന്ധോ മൽപ്രാണ നായകനേ. മൽപ്രാണ നായകനേ മാ കൃപാസിന്ധോ മൽപ്രാണ നായകനേ. Gari
നിസരെ ഗമഗ പരേ സനി നിസരെ പനി നിസരെ ഗമ പരേ നിരേ. ഇന്ന് കേട്ട ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹകരമായി എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. ഈ ഗാനങ്ങളൊക്കെ കേൾക്കുക മാത്രമല്ല, ഈ ഗാനങ്ങളുടെ സത്ത നമ്മുടെ ജീവിതത്തിൽ നമ്മെ നേരായി നയിക്കുവാൻ തക്കവണ്ണം ഉതകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി. മൽപ്രാണനായകനേ മാ കൃപാസിന്ധോ മൽപ്രാണനായകനേ മൽപ്രാണനായകനേ മാ കൃപാസിന്ധോ മൽപ്രാണനായകനേ സൽപ്രകാശമേ ദിവ്യ സുസ്നേഹമയാ വന്ദേ സൽപ്രകാശമേ ദിവ്യ